നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമുക്ക് അല്പം വാസ്തുശാസ്ത്ര കാര്യം ചിന്തിക്കാം. ഒരു കുടുംബത്തിൽ സന്തോഷം നൽകുന്നതും സന്തോഷം കെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിരവധി കാര്യങ്ങളുള്ളതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ആ കുടുംബത്തിലെ സന്തോഷം വർദ്ധിക്കുകയും സന്തോഷം കുറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. പഠനത്തിൽ നന്നായിട്ട് കുട്ടികൾ മുന്നേറുമ്പോൾ അത് മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നതുമാണ്. ആ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും അത് കാരണമാകും. അതേപോലെ തന്നെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോകുമ്പോൾ ആ കുടുംബത്തിന്റെ സന്തോഷം കുറയുന്നതിനും ഉയർച്ച കുറയുന്നതിനും ഒക്കെ അതും കാരണമാകും. പല പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തിൽ തടസ്സവും അലസതയും വിദ്യാഭ്യാസപരമായിട്ടുള്ള പോരായ്മകളും ഒക്കെ ഉണ്ടാകാം. ജാതകപ്രകാരമുള്ള ദോഷങ്ങൾ ഒരുപക്ഷെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചേക്കാം. കുടുംബത്തിലെ അന്തരീക്ഷം കുട്ടിയുടെ പഠനത്തിനെ ഗുണപ്രദമാക്കാനും ദോഷപ്രദമാക്കാനും ഒക്കെ സാധിക്കുന്ന വസ്തുതയാണ്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർച്ചയിലേക്കും അതേപോലെ തന്നെ താഴ്ചയിലേക്കും ഒക്കെ വന്നു എന്ന് വരാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വാസ്തുശാസ്ത്രം. നമുക്ക് വാസ്തുശാസ്ത്രത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ വിഷയം വാസ്തുശാസ്ത്രവും കുട്ടികളുടെ വിദ്യാഭ്യാസവും എന്നുള്ളതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. കുട്ടികൾ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും പ്രേരണ ചെലുത്തിയിട്ടും അവർ വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോകുന്നതായിട്ട് ചിലപ്പോഴൊക്കെ കാണാം. വീട് പൊതുവെ അനുകൂല ഊർജം ലഭിക്കുന്ന രീതിയിൽ വാസ്തുശാസ്ത്രമായിട്ട് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പ് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ കാര്യത്തിനായിട്ട് കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ വീട്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള മുറി പഠന ആവശ്യത്തിനായിട്ട് കൊടുക്കുക. ആ തെക്ക് കിഴക്ക് മൂലയിലുള്ള മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട്, ആ മുറിയുടെ വടക്ക് കിഴക്ക് മൂലയിലുള്ള ഭാഗത്തായിട്ട് കിഴക്കോട്ട് നോക്കിയിരുന്ന് കുട്ടി പഠിക്കുന്ന രീതിയിൽ കുട്ടിയുടെ പഠനത്തെ ക്രമീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടി ബുദ്ധിമാനാണ് എങ്കിൽ പഠനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ബുദ്ധിമാനായിട്ടുള്ള കുട്ടിയാണ് എങ്കിൽ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിലുള്ള മുറിയാണ് കുട്ടിക്ക് നൽകേണ്ടത്. ആ മുറിയുടെ വടക്ക് കിഴക്കേ ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് കുട്ടി പഠിക്കേണ്ടതാണ്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പഠനത്തിൽ നിന്നും മാറി മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഠനം ഒരു അലസതയോടെ കാണുകയും എന്നാൽ പഠനത്തിൽ മിടുക്കനാണ്, പഠനത്തിൽ കഴിവുണ്ട്, എന്നിരുന്നാലും പഠിക്കാനുള്ള മനസ്സില്ല എന്നുള്ള കുട്ടികള് ഹൈപ്പർ ആക്റ്റീവ് ആണ് എങ്കിൽ അവർക്ക് ഒരിക്കലും തെക്ക് കിഴക്ക് മൂലയിലുള്ള മുറി നൽകാൻ പാടില്ല. അവർക്കും വടക്ക് കിഴക്ക് മൂലയിലുള്ള മുറി നൽകാവുന്നതാണ്. വടക്ക് കിഴക്ക് മൂലയിലുള്ള മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് വേണം അവർ പഠിക്കുവാനായിട്ട്. ചുരുക്കത്തില് രണ്ട് തരത്തിൽ കുട്ടികളെ വിഭജിക്കാം. പഠനത്തിൽ മിടുക്ക് കുറവുള്ള, അല്പം ബുദ്ധി കുറവ് എന്ന് നമുക്ക് തോന്നുന്ന കുട്ടികളെ തെക്ക് കിഴക്കേ മൂലയിൽ ഇരുത്തി അവർക്ക് പഠനത്തിന് വേണ്ട സൗകര്യം കൊടുക്കുക. തെക്ക് കിഴക്കേ മൂല അഗ്നിയുടെ മൂലയാണ്. അഗ്നി അവരുടെ ബുദ്ധിയെ നല്ല രീതിയിൽ പ്രചോദിപ്പിക്കുകയും അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും അവർ പഠനത്തിൽ നല്ല മിടുക്ക് കാട്ടുകയും അതുവഴി പഠനത്തിൽ ഉയർച്ച നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. പഠനത്തിൽ സ്വതവേ ബുദ്ധിയുണ്ട്, അവർ പഠിക്കുകയും ചെയ്യുന്ന കുട്ടിയാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവർ പഠനത്തിൽ അത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ രണ്ടാമത്തെ വിഭാഗമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലെ മുറി അവർക്ക് നൽകി കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് അവർക്ക് പഠിക്കാൻ വേണ്ട സൗകര്യം ചെയ്യുക. അവരുടെ ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ മാറ്റി അവർ നല്ല രീതിയിൽ പഠനം തുടങ്ങും. നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, പഠിക്കാൻ താല്പര്യവുമുണ്ട് എങ്കിൽ അവർക്കും ഈ മുറി തന്നെ നൽകാം. ഇനി കുട്ടികളുടെ കിടപ്പ് ആണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. വടക്ക് കിഴക്കേ മുറിയോ വടക്ക് പടിഞ്ഞാറേ മുറിയോ ഒക്കെ കുട്ടികൾക്ക് കിടക്കുവാനായിട്ട് നൽകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ
തെക്കു പടിഞ്ഞാറ്, ആ മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിഴക്കോട്ട് തല വെച്ചുകൊണ്ട് കിടക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ വൈദ്യുതി ആദ്യം പ്രവേശിക്കുന്ന ഭാഗത്ത് ആ ഭാഗത്തുള്ള വേദനകളും ഒക്കെ ഇല്ലാതാകുമെന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വാഭാവികമായിട്ട് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടുള്ള വൈദ്യുതി ഊർജ പ്രവാഹം കുട്ടിയുടെ ശിരസിൽ കൂടി കടന്ന് അത് പാദത്തിൽ വഴി സഞ്ചരിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ ശിരസ് അഥവാ തലച്ചോറിനെ അത് ഉത്തേജിപ്പിക്കുകയും നല്ല ബുദ്ധിശക്തി വളരുന്നതിനും അവർക്ക് പ്രവർത്തന മികവ് നൽകുന്നതിനും ഒക്കെ അത് സഹായിക്കും. അപ്രകാരം ശിരസിന് ആരോഗ്യവും വെളിച്ചവും ഉണ്ടാകുമ്പോൾ അത് പഠനത്തിന് ഉപകാരപ്രദമാകും. കിഴക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുന്ന വ്യക്തികൾ പണ്ഡിതരാകുമെന്നും പടിഞ്ഞാറോട്ട് തലവെച്ച് കിടന്നുറങ്ങുന്ന ആളുകളെ ശോകമുഖമായിട്ടുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുകയും അവരുടെ മനസ്സ് അസ്വസ്ഥമാകുകയും ഒക്കെ ചെയ്യും എന്ന് മാർക്കണ്ഡേയ മുനി പുരാതന കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പഠനത്തിൽ മോശമായിട്ടുള്ള കുട്ടികളാണ് നിങ്ങളുടെ കുട്ടികളെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ടൊന്ന് പരീക്ഷണം നടത്തുക. തീർച്ചയായിട്ടും അത് വിജയിക്കും. സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ തെക്കിഴക്കേ മൂലയിലെ മുറിയോ അല്ലെങ്കിൽ വടക്കിഴക്കേ മൂലയിലെ മുറിയോ ഒക്കെ അവരുടെ പഠനത്തിനായിട്ട് മാറ്റിവെക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്തുള്ള മുറിയായിരുന്നാലും ആ ഭാഗത്ത്, ആ മുറിയുടെ വടക്ക് കിഴക്കേ മൂലയിലുള്ള ഭാഗത്ത് അവർ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠനത്തിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ മാത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അവർ പഠനം നടത്തേണ്ടതാണ്. ഇപ്രകാരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുട്ടികളുടെ ജീവിതത്തെ, കുട്ടികളുടെ പഠനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വാസ്തു ഗായത്രി മന്ത്രമാണ്. നമ്മളുടെ ഗ്രഹത്തിൽ ഐശ്വര്യം കളിയാടാനായിട്ടും വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നിത്യം വാസ്തു ഗായത്രി മന്ത്രത്തെ ജപിക്കാം. ഗായത്രി മന്ത്രങ്ങൾ ഓരോ ദേവതയുടെയും പ്രാധാന്യത്തിനനുസരിച്ച് വിവിധങ്ങളായിട്ടുണ്ട്. നിരവധി ഋഷീശ്വരന്മാർ ഓരോ ദേവതയ്ക്കുമായിട്ട് പ്രത്യേകം ഗായത്രി മന്ത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഗായത്രി മന്ത്രത്തെ തെരഞ്ഞെടുത്ത് ജപിക്കുക. മറ്റ് മന്ത്രങ്ങളെക്കാൾ വളരെ എളുപ്പത്തിൽ ജപിക്കാൻ സാധിക്കുന്നതാണ് ഗായത്രി മന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നത്. ഓരോ ദേവതയ്ക്കും വിവിധങ്ങളായിട്ട് ഗായത്രി മന്ത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ വാസ്തു പുരുഷനും വാസ്തു ഗായത്രിയും 4 എന്റെ അറിവിൽ തന്നെ ഉണ്ട്. ആ 4 വാസ്തു ഗായത്രി മന്ത്രങ്ങളെ ഒന്നിച്ച് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഗായത്രി മന്ത്രം തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. വാസ്തു ദോഷങ്ങൾ ഉള്ളവരും അത് പരിഹരിക്കാനായിട്ടും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നവരുമൊക്കെ വാസ്തുശാസ്ത്ര പ്രകാരം വാസ്തു പ്രീതി വരുത്തേണ്ടതാണ്. അങ്ങനെ വാസ്തു പുരുഷ പ്രീതി വരുത്താനായിട്ട് നമുക്ക് നിത്യം ജപിക്കാവുന്ന മന്ത്രമാണ് വാസ്തു ഗായത്രി മന്ത്രം. നമുക്ക് വാസ്തു ഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തു പുരുഷായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഇനി നമുക്ക് രണ്ടാമത്തെ വാസ്തു ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. ഓം തത്പുരുഷായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തുദേവ പ്രചോദയാത്. 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 ഇനി നമുക്ക് മൂന്നാമത്തെ വാസ്തു ഗായത്രി മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം വാസ്തുനാഥായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുനാഥായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുനാഥായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുനാഥായ വിദ്മഹേ ചതുർഭുജായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്.
ഓം വാസ്തുനാഥായ വിദ്മഹി ചതുർഭുജായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഇനി നമുക്ക് നാലാമത്തെ വാസ്തു ഗായത്രി മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഓം വാസ്തുപുരുഷായ വിദ്മഹി തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുപുരുഷായ വിദ്മഹി തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുപുരുഷായ വിദ്മഹി തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുപുരുഷായ വിദ്മഹി തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഓം വാസ്തുപുരുഷായ വിദ്മഹി തത്സവിതുർവരേണ്യം ക്ഷേമം കരായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. ഇപ്രകാരം ഈ വാസ്തു ഗായത്രി മന്ത്രത്തെ 12 തവണ നിത്യം ജപിക്കാൻ സാധിക്കുന്നവർ നിത്യം ജപിക്കുക. ഇതിലേതെങ്കിലും ഒരു മന്ത്രം തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. നിത്യം ഈ മന്ത്രത്തെ 12 തവണ പറഞ്ഞത് ജപിക്കുക. കൂടുതലായിട്ട് ജപിക്കാൻ സാധിക്കുന്നവർ കൂടുതൽ തവണകളിൽ ജപിക്കുക. കൂടുതൽ വാസ്തുദോഷമുള്ളവർ 108 തവണയൊക്കെ ജപിക്കാൻ ശ്രമിക്കുക. 21, 36, 41 എന്നീ തവണകളിലൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നതിനൊപ്പവും അംഗങ്ങളുടെ വർധനവിലൂടെയും ഒക്കെ എല്ലാ വീടുകളിലും ഇപ്പോൾ രണ്ടാമത്തെ ഒരു നിലയിലേക്ക് കൂടി മുറികൾ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്രകാരം പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ നിലയിൽ മുറികളൊക്കെ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതാണ്. ഒരു ഗ്രഹത്തിന് രണ്ടാമത്തെ നിലയിൽ മുറികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള തെക്കിനിക്കും പടിഞ്ഞാറ്റിനിക്കുമാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ ആദ്യം തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമായിട്ടുള്ള മുറികളെ ചെയ്യണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള മുറി ആദ്യത്തെ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. അതായത് തുറസായ സ്ഥലം ഇടുകയാണെങ്കിൽ വടക്കോ കിഴക്കോ ആയിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗം വടക്ക് കിഴക്ക് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വേണം മുകളിലെ നിലയിലുള്ള മുറികൾ ക്രമീകരിക്കാനായിട്ട്. താഴത്തെ നിലയിൽ പൂജാമുറി ഉള്ള പക്ഷം ആ പൂജാമുറിയുടെ മുകളിലായിട്ട് കക്കൂസ്, കുളിമുറി പോലുള്ള അശുദ്ധ കാര്യങ്ങൾ ഉണ്ടാകുന്ന മുറികൾ വരാൻ പാടില്ല. എന്നാൽ കിടപ്പുമുറി, വസ്ത്രം സൂക്ഷിക്കുന്ന മുറി, വിശ്രമമുറി തുടങ്ങിയ മുറികളൊക്കെ ആവാമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. രണ്ടാമത്തെ നില പണിയുമ്പോൾ തെക്കോ പടിഞ്ഞാറോ ഭാഗം ഉയർന്നിരിക്കണം എന്നാണ് വാസ്തു പറയുന്നത്. ഇപ്രകാരം ഉയർന്നിരിക്കണം എന്നുള്ള വാസ്തുശാസ്ത്ര നിയമത്തെ ചിലരൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കന്നിമൂല ഭാഗത്ത് വാട്ടർ ടാങ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ പണിഞ്ഞു വെക്കാറുണ്ട്. അത് വാസ്തു വിരുദ്ധമാണ്. വാട്ടർ ടാങ്ക് പോലുള്ള കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഉയരക്കൂടുതൽ വരുത്തുന്നത് വാസ്തു വിരുദ്ധമാണ്. അല്ലാതെ തന്നെ വീടിന് ഉയരക്കൂടുതൽ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി കൊണ്ടുവരണം എന്നുള്ളതാണ് വാസ്തു നിയമം. ഇപ്രകാരം രണ്ടാം നിലയിൽ മുറികൾ പണിയുമ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം വാട്ടർ ടാങ്കിന് പ്രത്യേകമായിട്ടൊരു സ്ഥാനം പരിഗണിക്കേണ്ട കാര്യമില്ല. എന്നാൽ വാസ്തുപുരുഷന്റെ ശിരസിന്റെ ഭാഗമായിട്ടുള്ള വടക്ക് കിഴക്കേ മൂല ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് നീക്കി ആ ഭാഗത്ത് തന്നെ കിഴക്ക് വടക്ക് ഭാഗത്തോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതായത് തെക്ക് വശത്തെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി അല്പം ഉയർത്തി പണിയുന്നത് വളരെ ഐശ്വര്യത്തെ നൽകുമെന്നാണ് പറയുന്നത്. ഇപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറി പ്രധാനമായിട്ട് എടുക്കണമെന്ന് പറയുമ്പോഴും ഉയർത്തി പണിയണമെന്ന് പറയുമ്പോഴും താഴെയുള്ള മുറികൾ അതേപോലെ മുകളിലേക്ക് പണിത് മുകളിലത്തെ നിലയും താഴത്തെ നിലയും ഒരുപോലെ പണി പൂർത്തിയാക്കുന്നതിൽ തെറ്റില്ല. അത് വാസ്തു അനുകൂലമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് മുകളിൽ തുറസായ സ്ഥലം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ഓപ്പൺ ടെറസോ അല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ ഒരു ബാൽക്കണിയോ വേണമെങ്കിൽ അത് ഏറ്റവും അനുയോജ്യം വടക്ക് കിഴക്ക് മൂല തന്നെയാണ്. അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം രണ്ടാമത്തെ നിലയിലേക്ക് മുറികൾ പണിയുമ്പോൾ ഭിത്തിയുടെ ഉയരം താഴത്തെ നിലയിലുള്ളതിനേക്കാൾ സ്വല്പം താഴ്ത്തി ചെയ്യണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഈ കാര്യങ്ങളെയും പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ചരിച്ചു വാർക്കുമ്പോൾ മുകളിലത്തെ കൂടാരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഉയരം കണക്കാക്കിക്കൊണ്ട് വാർക്കുന്നുണ്ട്. അത് അപ്രകാരമല്ല നോക്കേണ്ടത്. ചരിച്ചു വാർക്കുന്ന അവസ്ഥയിൽ ഭിത്തിയുടെ ഉയരമാണ് പ്രധാനമായിട്ടും കണക്കിൽ വരിക. ചുറ്റളവ് പരിശോധിക്കുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഉത്തരക്കൂട്ടിനാണ് വാസ്തുശാസ്ത്രത്തിൽ കണക്കിൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഭിത്തിയുടെ ഉയരമാണ് കണക്കിൽ പെടുക. മുകളിലത്തെ നില പണിയുമ്പോഴും അതേ പ്രകാരം തന്നെ കരുതിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്.
ഏതെങ്കിലും കാരണവശാൽ താഴത്തെ നിലകളിൽ പണിയുമ്പോൾ മുറികളുടെ അകത്തെ ചുറ്റളവ് ക്രമമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം മുകളിലത്തെ നില പണിയുമ്പോൾ ആ പോരായ്മ നമുക്ക് പരിഹരിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിലെ മുറികളുടെ ഉള്ളളവ് ക്രമപ്പെടുത്താവുന്നതാണ്. അപ്രകാരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് മുകളിലത്തെ നിലയിലെ റൂമുകളും വാസ്തു അനുകൂലമാക്കാം. ഇത്രയും കാര്യങ്ങളാണ് മുകളിലത്തെ നില പണിയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീട് വയ്ക്കുകയും ഇപ്പോൾ അസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ മുകളിലേക്ക് ഒരു മുറി വേണം എന്ന് കരുതുകയും ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അത്തരത്തിൽ നിരവധി സംശയങ്ങൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോയിലൂടെ മറുപടി കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നാം വസിക്കുന്ന ഭൂമി ശുഭമാണോ അധമമാണോ എന്ന് കണ്ടെത്തിക്കൊണ്ട് അധമ ഭൂമിയിലാണ് നാം വസിക്കുന്നത് എങ്കിൽ വേണ്ടതായിട്ടുള്ള പരിഹാരം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ അധമ ഭൂമിയിലാണ് നമ്മളുടെ ഗ്രഹം നിൽക്കുന്നത് എങ്കിൽ വേണ്ട കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ആ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പൊതുവെ 6 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. യുദ്ധഭൂമി, ശാപഭൂമി, പിശാചഭൂമി, ദാനഭൂമി, വഞ്ചകഭൂമി, പുണ്യഭൂമി. ഇപ്രകാരം 6 തരത്തിലാണ് ഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത്. ഓരോ തരത്തിലുമുള്ള ഭൂമിയുടെ പ്രത്യേകതകളും അതിന്റെ ദോഷങ്ങളും ഗുണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തേത് യുദ്ധഭൂമിയാണ്. അത് അധമമായിട്ടുള്ള ഭൂമിയാണ്. യുദ്ധഭൂമിയിലാണ് നിങ്ങളുടെ വീട് എങ്കിൽ യുദ്ധഭൂമിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യത്തിലേക്ക് പോകാം. യുദ്ധഭൂമി എന്ന് പറയുന്നത് അക്രമം, അടിപിടി, വഴക്ക്, കേസ് തുടങ്ങിയവ സംഭവിച്ച ഭൂമിക്കാണ് പറയുന്നത്. ആ ഭൂമിക്കായിട്ട് മത്സരങ്ങളും അക്രമവും വഴക്കുകളും ബലപ്രയോഗവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് യുദ്ധഭൂമിയായിട്ട് കണക്കാക്കണം. അവകാശപ്പെട്ട ആളുകളെ ഭൂമിയിൽ നിന്ന് ബലമായിട്ട് ഇറക്കി വിട്ട് അവരുടെ കണ്ണീർ വീഴേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്ന ഒരു ഭൂമിക്കാണ് യുദ്ധഭൂമി എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ദോഷം നിങ്ങളെ പൂർവികർ ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് എങ്കിൽ ഉപയോഗിക്കുന്ന തലമുറകൾക്കെല്ലാം അതിൽ നിന്ന് ദോഷം കിട്ടും. അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെ ചെയ്യേണ്ടതാണ്. ദാനധർമാദികളും അന്നദാനവുമാണ് പ്രധാനമായിട്ടും പരിഹാരമായിട്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഭൂമിയാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നത് എങ്കിൽ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് പ്രശ്നചിന്ത ചെയ്തിട്ട് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അത് ജീവിതകാലം മുഴുവനും ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് അനർത്ഥങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനി രണ്ടാമത്തെ ഭൂമിയുടെ വിഭാഗത്തിലേക്ക് പോകാം. ശാപഭൂമിയാണ് രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ഭൂമി. ഈ ഭൂമി പൂർവീയ സ്വത്തായിട്ട് കൈവശം വെച്ചിരുന്ന കാരണവന്മാരെയൊക്കെ വേണ്ട രീതിയിൽ പരിപാലിക്കാതെ അവരുടെ ശാപം വാങ്ങിയിട്ടുള്ള ഭൂമിക്കാണ് ശാപഭൂമി എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ പ്രായമുള്ളവര് ഭൂമി മക്കൾക്കായിട്ടും അല്ലെങ്കിൽ ചെറുമക്കൾക്കും ഒക്കെ ആയിട്ട് ദാനം ചെയ്തതിനു ശേഷം അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കാതെ അവരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ശാപഭൂമിയായിട്ട് തന്നെ കരുതണം. അത്തരത്തിലുള്ള ഭൂമിയിൽ വസിക്കുന്നവർക്കും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിന് പരിഹാരമായിട്ട് നമ്മളുടെ പൂർവികരെ അഥവാ ഇപ്പോഴുള്ള മുതിർന്ന വ്യക്തികളെയൊക്കെ വേണ്ട രീതിയിൽ പരിപാലിക്കുക, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ നോക്കുക, അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ തരംതിരിവിലേക്ക് പോകാം. മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ഭൂമി പിശാച ഭൂമിയാണ്. നീചകർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഭൂമിയാണ് പിശാച ഭൂമി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നീചകർമ്മങ്ങൾ ചെയ്ത ഭൂമിയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരം ശുഭകർമ്മങ്ങൾ അവിടെ വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. വിപ്രോച്ചിഷ്ടം ഗോതിവാസം എന്ന പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള ശുദ്ധികർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടാതെ അന്നദാനം, ദാനധർമാദികൾ, പൂജാ കാര്യങ്ങള് ഒക്കെ ആ ഭൂമിയിൽ വെച്ച് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. നാലാമത്തെ വിഭാഗം ദാനഭൂമിയാണ്. ദാനം ലഭിച്ചതോ ദാനം കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള ഭൂമിക്കാണ് ദാനഭൂമി എന്ന് പറയുന്നത്. ഇത് ശുഭകരമായിട്ടുള്ള ഭൂമിയായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. അഞ്ചാമത്തെ വിഭാഗത്തിലുള്ള ഭൂമിക്ക് വഞ്ചക ഭൂമി എന്നാണ് പറയുന്നത്. ഒരാളെ മനഃപൂർവ്വം വഞ്ചിച്ചുകൊണ്ട് ഭൂമി തട്ടിയെടുത്ത് ഭൂമി കരസ്ഥമാക്കുന്ന ഭൂമിക്കാണ് വഞ്ചക ഭൂമി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഭൂമി നമ്മളുടെ പൂർവികർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എങ്കിൽ അത്തരത്തിലുള്ള ഭൂമിയെ വഞ്ചക ഭൂമി എന്ന് പറയും. ആ ഭൂമിയിൽ താമസിക്കുന്ന പിന്മുറക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ശുഭകർമ്മങ്ങൾ ആ ഭൂമിയിൽ വെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭൂമിയുടെ ദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ആറാമത്തെ വിഭാഗത്തിലുള്ള ഭൂമിയെ പുണ്യഭൂമി എന്ന് പറയുന്നു. സത്കർമ്മങ്ങളും
പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടുള്ള ഭൂമിയെയാണ് പുണ്യഭൂമി എന്ന് പറയുന്നത്. അതായത് മംഗളകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള ഭൂമിക്ക് പുണ്യഭൂമി എന്ന് പറയും. യാഗ ഹോമാദികളൊക്കെ ചെയ്തിട്ടുള്ള ഭൂമിയെ ആ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അന്നദാനം പോലെയുള്ള ദാനധർമാദികൾ ആ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും പുണ്യഭൂമി എന്ന് തന്നെ പറയണം. അപ്പൊ അത്തരത്തിൽ ഏത് ഭൂമിയാണോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഏത് തരത്തിലുള്ള ഭൂമിയായാലും നമുക്ക് പുണ്യഭൂമിയായിട്ട് കാലക്രമത്തിൽ ആ ഭൂമിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഹോമാദികളും അന്നദാനം പോലെയുള്ള പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഏതൊരു ഭൂമിയെയും പുണ്യഭൂമിയായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. മുൻപ് പറഞ്ഞ പ്രകാരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുള്ള ഭൂമിയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ദാനധർമാദികളും മംഗളകർമ്മങ്ങളും ചെയ്തുകൊണ്ട് ആ ഭൂമിയെ മാറ്റിയെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകും. വാസ്തുശാസ്ത്രം മനുഷ്യനെ ഐശ്വര്യത്തിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്താൽ നമ്മളുടെ പൂർവികർ കണ്ടെത്തിയ ഒരു മഹത്തായ ശാസ്ത്രമാണ്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക, ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കുക. വീട് വയ്ക്കുവാനായിട്ട് പാടില്ലാത്ത സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. വീട് വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു വസ്തു വാങ്ങുമ്പോൾ നമുക്ക് ആജീവനാന്തം നമ്മളുടെ കാലഘട്ടത്തിലും നമ്മളുടെ വരും തലമുറയ്ക്കും ഒക്കെ പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നാം വസ്തു വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന വസ്തു പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതാണ്. അല്ലാത്ത പക്ഷം അത് ചിലപ്പോൾ ദോഷത്തിലേക്ക് കലാശിച്ചേക്കാം. വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ആ വസ്തു ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. അങ്ങനെ പലർക്കും സംഭവിക്കുന്നത് നമ്മളുടെ അനുഭവത്തിലുണ്ട്. അത് വലിയ നഷ്ടങ്ങളിലേക്കും ബാധ്യതകളിലേക്കും ഒക്കെ പലരെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഏത് ഭൂമിയും വാങ്ങിച്ച് അതിൽ വീട് നന്നായിട്ട് കാശ് മുടക്കി വെച്ചു കഴിഞ്ഞാൽ ആ ഭൂമിക്കും വീടിനും യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് കരുതിക്കൊണ്ട്, വാസ്തുശാസ്ത്രമെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് കരുതിക്കൊണ്ട് വസ്തു വാങ്ങുകയും വീട് വെക്കുകയും ഒക്കെ ചെയ്യുന്നവർ പിന്നീട് പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടിയതിനു ശേഷം വാസ്തു അനുകൂലമാക്കാനായിട്ട് ഇരട്ടി അധ്വാനിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം പല അനുഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിശ്വസിക്കാവുന്നവർ വിശ്വസിക്കുക, അല്ലാതുള്ളവർ തള്ളിക്കളയുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇതിനായിട്ടുള്ള ഒരു ഭാഷാ ശ്ലോകത്തെ നമുക്ക് പരിചയപ്പെടാം. ഭസ്മം കരിക്കട്ടയും എല്ല് കേശവും മധ്യേ നദാം പുറ്റുമീ പോത്തുമുള്ളിടം കോണസ്ഥിതാം ഗർഭയുതാം ച മേദിനിയും ദുർഗന്ധിനിയും കൊള്ളരുതാർക്കുമെങ്ങുമേ. ഒരു വസ്തു വാങ്ങാനായിട്ട് പോകുമ്പോൾ ആ വസ്തുവിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തു വാങ്ങുമ്പോൾ ആ വസ്തു കുറച്ചൊന്ന് പരിശോധിച്ചതിന് ശേഷം വാങ്ങുന്ന ഏതൊരാൾക്കും വസ്തുവിന്റെ ശുഭാശുഭങ്ങൾ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഈ ശ്ലോകം അതിന് ഉപകാരപ്പെടും. നമുക്കിനി അതിന്റെ വിശദാംശത്തിലേക്ക് ഒന്ന് പോകാം. അതായത് ഭൂമി കുഴിക്കുമ്പോൾ ഭസ്മം, കരിക്കട്ട, മുടി, എല്ല്, ചർമ്മങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ആ ഭൂമി അശുദ്ധ ഭൂമിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഷേപ്പില്ലാത്ത, അതായത് ആകൃതിക്ക് കോട്ടം തട്ടിയിട്ടുള്ള ഭൂമിയും അനാവശ്യമായിട്ടുള്ള ഉയർച്ച താഴ്ചകളും ഒക്കെയുള്ള ഭൂമിയും ഒക്കെ അധമമായിട്ടാണ് പറയപ്പെടുന്നത്. ഒരു ഭൂമിയിലേക്ക് കിടക്കുമ്പോൾ അവിടെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഇമ്പമല്ലാത്തതായിട്ടുള്ള കാഴ്ചകളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഭൂമിക്ക് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നിമിത്തശാസ്ത്രവും പറയുന്നത്. അത്തരത്തിൽ നോക്കി ഭൂമി വാങ്ങുന്ന ഒരാൾക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള നല്ല ഭൂമി തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ശ്ലോകം പ്രയോജനപ്പെടട്ടെ. പണ്ടുകാലത്ത് സാധാരണക്കാർക്ക് പോലും ഈ ശ്ലോകങ്ങളൊക്കെ പരിചിതമായിരുന്നു. അവര് അത്തരത്തിൽ നോക്കി തന്നെയായിരുന്നു വീടിനുള്ള ഭൂമി തെരഞ്ഞെടുത്തിരുന്നത്. ഇന്ന് വലിയ വലിയ ആർക്കിടെക്റ്റുമാർ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചതുപ്പ് നിലങ്ങളിലും വീട് വെച്ചതിന് ശേഷം ആ വീട് വളരെ വേഗത്തിൽ തന്നെ നാശോന്മുഖമായി പോകുന്ന കാഴ്ച നമ്മളുടെ എല്ലാം മുമ്പിലുണ്ട്. അതുകൂടാതെ പലരും ഈ ശാസ്ത്രത്തെ വേണ്ട രീതിയിൽ പഠിക്കാതെ അബദ്ധങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സാധാരണക്കാർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭൂമി വാങ്ങുക. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവര് അറിയേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. വീട് നിർമ്മാണത്തിന് ആഗ്രഹിച്ച് നാം പുരയിടം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുരയിടം അതിനായിട്ട് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്നുള്ള വിഷയം നമ്മളുടെ ഭാഷാ ശ്ലോകത്തിൽ മലയാള പദ്യമായിട്ട് നമ്മളുടെ പൂർവികർ പറഞ്ഞു നടന്നിരുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഈ പദ്യങ്ങളൊക്കെ അറിയാമായിരുന്നു. വീട് നിർമ്മിക്കുമ്പോൾ അതിനായിട്ട് പ്രത്യേക സ്ഥലം ഇന്ന രീതിയിൽ വേണമെന്നൊന്നും ഇല്ല, അതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരോഗമനവാദികളായിട്ടുള്ള ചിലരൊക്കെ വരുന്നുണ്ട്.
പിന്നീട് അവർ തന്നെ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുമുണ്ട്. നമ്മളുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏത് ഭാഗത്തും വീട് നിർമ്മിക്കാം എന്ന് നിശ്ചയിക്കുന്നവരുണ്ട്. ഒരു പുരയിടത്തിൽ തന്നെ പ്രത്യേക ഭാഗങ്ങൾ വീട് നിർമ്മാണത്തിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വേണം ഒരു വീട് നിർമ്മിക്കുവാനായിട്ട്. അത്തരത്തിൽ വീട് നിർമ്മാണത്തിന് ആഗ്രഹിച്ചുകൊണ്ട് പുരയിടം തിരഞ്ഞെടുക്കുമ്പോൾ, വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അറിയേണ്ട കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് വേണം വാങ്ങുവാനായിട്ട്. അല്ലാത്ത പക്ഷം സ്വസ്ഥവും സമാധാനപൂർണവും അല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കേണ്ട വന്നേക്കാം. അതിന് സാഹചര്യം ഒരുങ്ങിയേക്കാം എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നിർമ്മിതികൾ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ലളിതമായിട്ടുള്ള അർത്ഥം. നമുക്ക് പണ്ട് കാലത്ത് പ്രചാരത്തിലിരുന്ന ഭാഷാ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. പശുക്കളും നല്ല മനുഷ്യർ പൂമരം, ഫലദ്രുവം പാൽ മരമുള്ള ഭൂമിയും, കിഴക്കു ചാഞ്ഞിട്ടു നിരന്നു മാർദ്ദവും, മുഴക്കവും നീർവനമായ ഭൂമിയും, ബീജങ്ങൾ അത്രാശു മുളയ്ക്കുമേടവും, ഖാത്വ നിറച്ചീടുകിൽ ഏറ്റമുള്ളതും, ശീതോഷ്ണയോരാർത്തി കുറഞ്ഞ ദേശവും, വേനൽക്കു നീരുള്ളതു നല്ല ഭൂമിയാം. ഇപ്രകാരമാണ് ആ ഭാഷാ ശ്ലോകം. നമുക്ക് ഇനി അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. പശുക്കൾ വസിക്കുന്ന നല്ല പൂമരങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഭൂമി ആകണം എന്നാണ് പറയുന്നത്. പശു പക്ഷി മൃഗാദികൾ ഏത് ഭൂമിയിലാണോ വസിക്കുന്നത് ആ ഭൂമി ഉത്തമ ഭൂമിയായിട്ട് തന്നെ കണക്കാക്കണം. അവർക്ക് നല്ല ഭൂമി, അധമമായിട്ടുള്ള ഭൂമി തെരഞ്ഞെടുക്കാനുള്ള സ്വതവേ ഉള്ള ഒരു കഴിവുണ്ട് എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുപോലെ പുഷ്പങ്ങൾ നിറഞ്ഞ മരങ്ങളുള്ള ഭൂമിയും വാസയോഗ്യമായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ നല്ല മനുഷ്യരുള്ള പ്രദേശം. ജ്യോതിഷം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് പലരും കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അയൽക്കാരുമായിട്ടുള്ള നല്ലതല്ലാത്ത ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. നല്ല മനുഷ്യരുള്ള ഭൂമി ലഭിക്കുക, അതായത് നല്ല അയൽക്കാരുള്ള ഭൂമി ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. ഫലദ്രുവം പാൽ മരമുള്ള ഭൂമിയും, അതായത് ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഭൂമി, പാൽ മരമുള്ള ഭൂമി, പാല പോലെയുള്ള പാലുള്ള വൃക്ഷങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ കിഴക്കും വടക്കും താഴ്ന്നിരിക്കുന്ന ആ ഭാഗങ്ങളിലേക്ക് നീരൊഴുക്കുള്ള ഭൂമി ഉത്തമ ഭൂമിയായിട്ടാണ് കരുതപ്പെടുന്നത്. കൂടാതെ ഏതെങ്കിലും വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ നന്നായി മുളപ്പിക്കുന്ന ഭൂമിയും നന്നായി ബീജങ്ങൾ മുളച്ചു വരുന്ന ഭൂമിയും ശുഭഭൂമിയായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഖാത്വ നിറച്ചീടുകളിൽ ഏറ്റമുള്ളതും എന്ന് പറയുന്നത് ഒരു ഭൂമിയുടെ ഭൂപരീക്ഷണത്തിൽ ഒരു കോൽ നീളത്തിലും വീതിയിലും ആഴത്തിലും ഒരു കുഴിയെടുത്ത് ആ മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ നീക്കം ചെയ്ത അതേ സ്ഥാനത്ത് മണ്ണ് വീണ്ടും നിറയ്ക്കുമ്പോൾ മണ്ണ് അധികം വരികയാണെങ്കിൽ ശുഭഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് മണ്ണിന് ഉറപ്പ് ഉള്ള ഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത്. ശീത ഉഷ്ണങ്ങളൊക്കെ സമമായിട്ട് വരുന്ന ഭൂമിയും വേനൽക്കാലത്തും മണ്ണിന് നനവുള്ളതുമായിട്ടുള്ള ഭൂമിയും ഒക്കെ വളരെ ഗുണപ്രദമാണ് എന്നാണ് ഈ ഭാഷാ ശ്ലോകത്തിന്റെ അന്തരാർത്ഥം. ഇത്രയും കാര്യങ്ങൾ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വസ്തു അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നവര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും നല്ല ഭൂമി തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. വാസ്തുശാസ്ത്ര പ്രകാരം വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമി വാങ്ങി അതിൽ താമസിക്കുക, സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതുവഴി നമുക്ക് സാധിക്കുന്നതാണ്. വാസ്തുശാസ്ത്ര പ്രകാരം അനുകൂലമായ നിറങ്ങളുടെ ഏകദേശ രൂപമാണ് ഇന്ന് എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വീടിന് കൊടുക്കേണ്ടതായിട്ടുള്ള നിറങ്ങൾ. ഓരോ വർണ്ണങ്ങൾക്കും മനസ്സിനോട് സംവേദിക്കാനുള്ള പ്രത്യേകമായ കഴിവുണ്ട്. നമ്മളുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാനും ഉത്സാഹം നൽകാനും അതുപോലെ തന്നെ ആശങ്കപ്പെടുത്താനും ഒക്കെ നിറങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഓരോ ഭാഗത്തും തെറ്റായ വർണ്ണങ്ങൾ നിറങ്ങൾ കൊടുക്കുന്നത് വഴി അത് തെറ്റായ വികാരങ്ങൾ ഉണ്ടാക്കാനും നമ്മളുടെ ജീവിതത്തിൽ അത് അലോസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചു വേണം നിറങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ചുവരുകൾ ഉത്സാഹത്തിന് പകരം നിരുത്സാഹങ്ങൾ നിങ്ങൾക്ക് നൽകിയേക്കാം. നിറങ്ങളെ ഊഷ്മളത കൂടിയ നിറങ്ങളെന്നും ഊഷ്മളത കുറഞ്ഞ നിറങ്ങൾ എന്നും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങൾ ഊഷ്മളത കൂടിയ നിറങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. പച്ച, നീല തുടങ്ങിയ നിറങ്ങൾ ഊഷ്മളത കുറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ശാന്തി നൽകുന്ന നിറങ്ങളാണ്. വിശാലമായ മുറികൾക്ക് ഊഷ്മള നിറങ്ങൾ നൽകിയാൽ അത് ചെറിയ മുറികളായിട്ട് തോന്നിയേക്കാം.
അതുപോലെ തന്നെ ഉയരം കൂടിയ സീലിങ്ങുകളുള്ള മുറികൾക്ക് ഊഷ്മള നിറങ്ങൾ നൽകുന്ന വഴി ഉയരക്കുറവ് പ്രതീതമാകുന്നതാണ്. ഓരോ മുറിയുടെയും പ്രത്യേകതകൾക്കനുസരിച്ച് നിറങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യമേറിയ കാര്യം. കിടപ്പ് മുറിയിൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന നമ്മളുടെ ഇഷ്ട നിറത്തെ തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ അത്തരം നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വിശ്രമത്തിന് അനുകൂലമായിട്ടുള്ള നിറമായിരിക്കണം. ഭക്ഷണമുറിയിൽ ആകട്ടെ വിശപ്പിനെ ഉദ്ദീപിപ്പിക്കുന്നതായിട്ടുള്ള നിറങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഭക്ഷണമുറിയിൽ ചുവപ്പ് നിറം കൂടുതൽ അനുയോജ്യമായിട്ട് പറയപ്പെടുന്നു. ഭക്ഷണമുറിയിൽ മഞ്ഞ, പച്ച തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കടും നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമാണ്. കുളിമുറിക്ക് വേണ്ടിയിട്ട് നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പച്ച, നീല, വയലറ്റ് എന്നീ നിറങ്ങൾ, പ്രത്യേകിച്ച് കടും നിറങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിറങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ചുവപ്പ് നിറം നമ്മുടെ തലച്ചോറിനെയും നാഡീസ്പന്ദന വ്യവസ്ഥയും ഒക്കെ ഉത്സാഹഭരിതമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ വിശപ്പ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. പച്ച നിറം ആശ്വാസത്തിന്റെ വർണ്ണമാണ്. നീല വിശ്രമത്തെയും വയലറ്റ് മാന്യതയെയും പ്രതിനിധീകരിക്കുന്ന വർണ്ണങ്ങളാണ്. ചുവപ്പ്, റോസ്, ഓറഞ്ച് എന്നീ നിറങ്ങൾ ഭക്ഷണത്തോട് കൂടുതൽ പ്രതിപത്തി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന നിറങ്ങളാണ്. എന്നാൽ പച്ച, മഞ്ഞ, നീല എന്നീ നിറങ്ങൾ വിപരീത ഫലം നൽകുന്നതാണ്. ഭക്ഷണത്തോട് വിരക്തി തോന്നുന്നതിന് കാരണം ആക്കുന്ന നിറങ്ങളാണ്. മഞ്ഞ നിറം സന്തോഷത്തിന്റെ നിറമായാണ് കണക്കാക്കപ്പെടുന്നത്. നിറങ്ങളുടെ ഈ പ്രത്യേകതകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വീടിനും അകത്തെ മുറികൾക്കും, ഓരോ മുറികൾക്കും ഈ പ്രത്യേകതകൾ അറിഞ്ഞിരുന്നുകൊണ്ട് ആ നിറങ്ങൾ നൽകിയാൽ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഈ നിറങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കും. നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ അത് ഉത്തേജഭരിതമാക്കാനും നമ്മളുടെ ജീവിതത്തിൽ അതുവഴി കൂടുതൽ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ സഹായിക്കും. ഭവനത്തിന് ചുറ്റും വെക്കേണ്ട ഉത്തമമായിട്ടുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. വീടിന്റെ ഓരോ സ്ഥാനങ്ങളിലുമായിട്ട് ഏതൊക്കെ വൃക്ഷങ്ങൾ വെക്കാം, ഏതൊക്കെ വൃക്ഷങ്ങൾ പാടില്ല, അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. തെങ്ങ്, മാവ്, പ്ലാവ്, കവുങ്ങ് എന്നീ വൃക്ഷങ്ങളാണ് വീടിന് ചുറ്റും പ്രധാനമായിട്ട് വെക്കാവുന്ന ഉത്തമ വൃക്ഷങ്ങൾ. അതായത് ഫലവൃക്ഷങ്ങൾ. പ്ലാവിന്റെ സ്ഥാനം കിഴക്കുവശത്തായിട്ടാണ് പറയപ്പെടുന്നത്. തെക്ക് ഭാഗം കവുങ്ങിനും പടിഞ്ഞാറ് ഭാഗം തെങ്ങിനും വടക്ക് മാവിനുമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവയൊക്കെ ഫലവൃക്ഷങ്ങളായതുകൊണ്ട് തന്നെ വിപരീത ഭാഗങ്ങളിലൊക്കെ നിന്നാൽ യാതൊരു ദോഷവും ഇല്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇത് പറയാനായിട്ടുള്ള കാര്യം, പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ തെക്കുവശത്ത് പ്ലാവ് നിൽക്കുന്നത് വെട്ടിക്കളയണം എന്നൊക്കെ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവരോട് ഇതുമായിട്ട് യാതൊരു അറിവുമില്ലാത്ത വ്യക്തികളൊക്കെ വന്ന് പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ വീടിന്റെ ഏതു ഭാഗത്ത് നിന്നാലും യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ സ്ഥാനങ്ങളാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രമാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതായത് ഉപയോഗയോഗ്യമായിട്ടുള്ള ഉത്തമ വൃക്ഷങ്ങൾ ഏത് സ്ഥാനങ്ങളിൽ വെച്ചാലും യാതൊരു കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രം വെക്കേണ്ടതായിട്ടുള്ള വൃക്ഷങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് നാൽപ്പാമര വൃക്ഷങ്ങൾ, അത്തി, ഇത്തി, അരയാല്, പേരാല് എന്നിവയാണ് നാൽപ്പാമര വൃക്ഷങ്ങൾ. ഈ വൃക്ഷങ്ങൾക്കൊക്കെ പ്രത്യേകം സ്ഥാനമുണ്ട്. ആ സ്ഥാനങ്ങളിലല്ലാതെ ആ വൃക്ഷങ്ങൾ വെക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. പേരാൽ വീടിന്റെ കിഴക്ക് ഭാഗത്ത് മാത്രമേ വെക്കുവാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അത്തി വീടിന്റെ തെക്ക് ഭാഗത്ത് മാത്രമേ വെക്കുവാൻ പാടുള്ളൂ. അരയാൽ പടിഞ്ഞാറ് ഭാഗത്തും ഇത്തി വടക്ക് ഭാഗത്തും മാത്രമേ വെക്കുവാൻ പാടുള്ളൂ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഈ 4 വൃക്ഷങ്ങളും, അതായത് നാൽപ്പാമര വൃക്ഷങ്ങൾ സ്ഥാനം തെറ്റിയാൽ ദോഷങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് പൂവരഞ്ഞിയും തെക്ക് ഭാഗത്ത് പുളിയും പടിഞ്ഞാറ് ഏഴിലമ്പാലയും വടക്ക് ഭാഗത്ത് പുന്നയും വെക്കുവാനുള്ള ഉത്തമ സ്ഥാനങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞവയിലൊക്കെ ഫലവൃക്ഷങ്ങൾ സ്ഥാനം തെറ്റിയാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. കുമിഴ്, കൂവളം, കടുക്കാമരം, നെല്ലി, ദേവദാരു, പ്ലാശ്, അശോകം, വേങ്ങ, ചന്ദനം, ചെമ്പകം, കരിങ്ങാലി ഈ വൃക്ഷങ്ങളൊക്കെ വീടിന്റെ ഇടതും വലതുമായിട്ട് വെക്കാം എന്നാണ് പറയുന്നത്. അതായത് വീടിന്റെ ഇരുവശങ്ങളിലുമായിട്ട് വെക്കാം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇതിൽ കരിങ്ങാലി പോലെയുള്ള വൃക്ഷങ്ങൾക്ക് മുള്ളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയോടുകൂടി പരിപാലിക്കണം എന്ന് മാത്രമേ വാസ്തുശാസ്ത്രം പറയുന്നുള്ളൂ. അശോക വൃക്ഷം ശോകത്തെ അഥവാ ദുഃഖത്തെ കൊണ്ടുവരും എന്നൊക്കെ അറിവില്ലാത്ത പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിലൊന്നും വിശ്വസിക്കരുത്.
അശോക വൃക്ഷം ഐശ്വര്യദായകമായിട്ടുള്ള വൃക്ഷം തന്നെയായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ആ ശോകം എന്നാൽ ശോകത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം. മറിച്ച് ഇതിന്റെ അർത്ഥം അറിയാത്തവർ അതിനെ തെറ്റായി ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണവും ആവശ്യമാണ്. യാതൊരു ഗ്രന്ഥപരിചയവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങളിലേക്ക് പടർത്തുന്നത് എന്നുള്ളതാണ് വളരെ അതിശയകരമായിട്ടുള്ള സാങ്കത്യം. പിച്ച, മുല്ല, ചെമ്പകം തുടങ്ങി പുഷ്പപ്രദായകമായിട്ടുള്ള വൃക്ഷങ്ങൾ വീടിന്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും വെക്കാമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ചെമ്പകവും വാഴയും ഒക്കെ വീടിനോട് ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് പഴയ കാലത്ത് ഒരു പ്രചാരത്തിലുള്ള കാര്യമായിരുന്നു. എന്നാൽ പഴയ കാലത്തെ ചെറിയ ചെറിയ വീടുകളിൽ, ഓലമേഞ്ഞ വീടുകളിലൊക്കെ വാഴയും മറ്റും നല്ല ഉയരത്തിലുള്ള വാഴയും ചെമ്പകവും ഒക്കെ ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാത്രമാണ് അത് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ വൃക്ഷങ്ങളൊക്കെ വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. എന്നാൽ ഇതേപോലെ തന്നെ വെറ്റില, മുരിങ്ങ, കടപ്ലാവ്, പൂള തുടങ്ങിയ ബലമില്ലാത്ത വൃക്ഷങ്ങൾ വീടിനോട് ചേർത്ത് വെക്കരുത് എന്ന് പറയുന്നതിന്റെ സാങ്കത്യം ഇതേ കാര്യം തന്നെയാണ്. അത് ഏത് സമയവും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് ബലക്ഷയമുള്ള വീടാണെങ്കിൽ അതിന് ഒരുപക്ഷെ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ഈ വൃക്ഷങ്ങൾ വെക്കുവാൻ എന്ന് മാത്രം. പ്രധാനമായിട്ട് വൃക്ഷങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ബഹിർസാര വൃക്ഷങ്ങൾ, വൃക്ഷത്തിന്റെ പുറം ഭാഗത്ത് ബലമുള്ള ഭാഗമുള്ളവ, അതായത് പുറത്ത് കാതലുള്ള വൃക്ഷങ്ങൾ, അതായത് തെങ്ങും കവുങ്ങും ഒക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അന്തസാര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് പ്ലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങളെയാണ്. അതിന് അകത്ത് കാതലുള്ളവയാണ്. 3ാമത്തെ വിഭാഗം സർവസാര വൃക്ഷങ്ങളാണ്. അതായത് പുളി, തേക്ക് തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ ആ ഗണത്തിൽ പെടുന്നവയാണ്. ആ വൃക്ഷത്തിന്റെ തടിയുടെ എല്ലാ ഭാഗത്തും കാതലുണ്ട് എന്നർത്ഥം. 4ാമത്തെ ഗണത്തിൽപ്പെടുന്നത് നിസ്സാര വൃക്ഷങ്ങളാണ്. നിസ്സാര വൃക്ഷങ്ങളിൽ നമുക്ക് മുരിങ്ങ, ഏഴിലമ്പാല, പൂള എന്നീ വൃക്ഷങ്ങളെയൊക്കെ അതിൽ പെടുത്താം. ഈ വൃക്ഷങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാതൽ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 4ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന നിസ്സാര ഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങൾ വീടിനോട് ചേർത്ത് വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ആ വൃക്ഷത്തെ പരിപാലിക്കാം. എന്നാൽ കാഞ്ഞിരം, ചേര്, വയ്യങ്കത, നറുവരി, താന്നി, പീലുവേപ്പ്, കള്ളി, പിശാച് വൃക്ഷം, എരുമക്കള്ളി, മുരിക്ക് എന്നീ വൃക്ഷങ്ങളെയൊക്കെ പിശാച് വാസമുള്ള വൃക്ഷങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. അതിന് ഭൂതാതിവേശമുള്ള വൃക്ഷങ്ങൾ എന്നും പറയും. അതായത് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ എന്ന് തന്നെ പറയണം. ഈ പറഞ്ഞ വൃക്ഷങ്ങളൊക്കെ വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഗൃഹം വാസ്തു തിരിച്ചു നിർത്തിയാൽ അതിന് ശേഷിക്കുന്ന പറമ്പിൽ മാത്രമേ ഈ വൃക്ഷങ്ങളൊക്കെ പാടുള്ളൂ. കാഞ്ഞിരം പോലെയുള്ള വൃക്ഷങ്ങളിൽ ജലാശയങ്ങളിൽ നിന്നും വളരെയേറെ അകന്നു വേണം വയ്ക്കുവാൻ എന്ന് നമ്മളുടെ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പുറം പറമ്പിൽ ഏതുതരം വൃക്ഷങ്ങളും വയ്ക്കാം. എന്നാൽ നമ്മുടെ ജലാശയങ്ങൾ മലിനമാകാത്ത രീതിയിലാണ് വൃക്ഷങ്ങൾ പരിപാലിക്കേണ്ടത് എന്നുകൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അതായത് കാഞ്ഞിരം പോലെയുള്ള വൃക്ഷങ്ങൾ ജലാശയത്തിനോ കിണറിനോ സമീപമായിട്ട് വയ്ക്കുവാൻ പാടില്ല. ചുരുക്കത്തിൽ പുഷ്പവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും ഗ്രഹത്തിന്റെ ഏത് ദിക്കിലും എത്ര കുറഞ്ഞ ദൂരത്തും നട്ടു വളർത്താം എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. എന്നാൽ അത് വീടിന് കേടുപാടുകൾ ഉണ്ടാകാതെ നോക്കുന്ന വിധമായിരിക്കണം വെക്കേണ്ടത്. നമ്മുടെ ഒരു പഴഞ്ചൊല്ല് ഈ തരത്തിൽ ഓർക്കുകയാണ്, പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും വീടിനോട് ചേർത്ത് വെക്കുവാൻ പാടില്ല എന്നുള്ള പഴഞ്ചൊല്ല് ഓർത്തു വെച്ചുകൊണ്ട് അത്തരം വൃക്ഷങ്ങളെ പരിപാലിക്കുക. വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടി അകലത്തിൽ ഗ്രഹത്തിൽ നിന്ന് ദൂരം മാറ്റി വേണം വൻ വൃക്ഷങ്ങൾ വയ്ക്കുവാൻ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. എന്നാൽ വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടി അളവിൽ മാറ്റി വെച്ചില്ലെങ്കിലും വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ അത്രയും ഭാഗമെങ്കിലും വീടിൽ നിന്ന് അകന്നു വെക്കണം. അത് വീടിന് ദോഷങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സാമാന്യമായിട്ട് ഒരു വീടുമായിട്ട് ചേർന്നിട്ട് വെക്കേണ്ട വൃക്ഷങ്ങളുടെ കാര്യത്തിൽ വാസ്തുശാസ്ത്രം പറയുന്നത്. കട്ടിൽ നിർമ്മാണത്തിന് ശുഭവും അശുഭവുമായിട്ടുള്ള തടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇന്ന് നാമൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന തടികൾ അത് ഗുണവും ദോഷവും ഒക്കെ ഒരുപോലെ നൽകുന്നവയാണ്. ചില മരങ്ങളൊക്കെ, ചില തടികളൊക്കെ പ്രതികൂല ഊർജത്തെ നൽകുന്നവയാണ്. അവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവയൊക്കെ ഉപയോഗിച്ച് നാം നിത്യം നിദ്രയിലേക്ക് പോകുമ്പോൾ അതൊക്കെ നമ്മളുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ
പൂർവീകന്മാർ ഏതൊക്കെ തടികൾ നാം ശയനത്തിനായിട്ട് ഉപയോഗിക്കേണ്ടാത്തവ ഏതൊക്കെ എന്ന് വ്യക്തമായി നിർവഹിച്ചിരുന്നു. അവരൊക്കെ അതിന്റെ ആയുർവേദ മൂല്യങ്ങളെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ നടത്തി തന്നെയാണ് നമ്മളുടെ പൂർവികന്മാർ നിശ്ചയിച്ചിരുന്നത്. വേങ്ങ, തോട്ടുകാര, ചന്ദനം, മരമഞ്ഞൾ, ദേവദാരു, പനച്ചി, മരുത്, കുമ്പിൾ, അഞ്ജനം, പതിമുഖം, തേക്ക്, ഇരുമുള്ള് എന്നീ വൃക്ഷങ്ങളൊക്കെ കട്ടിൽ നിർമ്മാണത്തിന് ഏറ്റവും ശുഭദായകമായിട്ടുള്ള വൃക്ഷങ്ങളായിട്ടാണ് നമ്മളുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ഇവയൊക്കെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ശുഭഫലത്തെ നൽകുമെന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. കുമ്പിൾ, പനച്ചി എന്നീ വൃക്ഷങ്ങളുടെ തടികൾ കൊണ്ട് നിർമ്മിക്കുന്ന കട്ടിലിൽ നാം സ്ഥിരമായിട്ട് ശയിച്ചാൽ അത് ധനത്തെ നൽകുമെന്നാണ് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ വശം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇത് നമുക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ധനം നമുക്ക് സ്വരൂപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ അന്തരാർത്ഥം. അതേപോലെ തന്നെ വേങ്ങ കൊണ്ട് നിർമ്മിച്ച കട്ടിലിൽ കിടക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രദാനം ചെയ്യും എന്നും പറയുന്നുണ്ട്. ചന്ദനത്തിൽ നിർമ്മിച്ച കട്ടിൽ വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് ശത്രുനാശം, ധർമ്മം, യശസ്, കീർത്തി, ദീർഘായുസ്, ആരോഗ്യവും ധനത്തിന്റെയും ഒക്കെ പുഷ്ടി എന്നീ ഫലങ്ങളെ നൽകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പതിമുഖം കൊണ്ടുള്ള കട്ടിൽ ഐശ്വര്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മരുതുകൊണ്ടും തേക്കുകൊണ്ടും നിർമ്മിച്ച കട്ടിൽ സർവമംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇരുമുള്ള, പനച്ചി, ദേവദാരു, കുമ്പിൾ, വേങ്ങ എന്നീ തടികൾ കൊണ്ട് കട്ടിൽ നിർമ്മിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റ് തടികൾ ചേർത്ത് നിർമ്മിക്കാൻ പാടില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. എന്നാൽ തേക്കും മരുതും ചേർത്തും കടമ്പും മരമഞ്ഞളും ചേർത്ത് കട്ടിൽ യോജിപ്പിച്ച് പണിയുന്നത് വളരെ ശുഭമാണ് എന്നാണ് പറയുന്നത്. വേങ്ങ മരത്തിന്റെ തടി മറ്റൊരു തടിയോടുകൂടി ചേർത്ത് കട്ടിൽ പണിയുന്നത് വളരെ അശുഭമായിട്ടാണ് പറയപ്പെടുന്നത്. തോട്ടുകാര എന്ന വൃക്ഷത്തിന്റെ തടി ഒറ്റയ്ക്ക് അത് മാത്രമായിട്ട് പണിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറ്റേതെങ്കിലും ശുഭവൃക്ഷങ്ങളുടെ തടിയോടൊപ്പം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ കട്ടിലിനായിട്ട് എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്. ഇനി നമുക്ക് എത്തരത്തിലുള്ള തടികളാണ് കട്ടിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഇടിമിന്നൽ, കാറ്റ്, ആന, ജലപ്രവാഹം എന്നിവ മൂലം വീണ മരം കട്ടിൽ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്. അതുകൂടാതെ ദേവാലയം, ശ്മശാനം, വഴി എന്നീ ഭാഗങ്ങളിൽ നിൽക്കുന്ന തടികൊണ്ട് അത് എത്ര തന്നെ ശുഭമായിട്ടുള്ള വൃക്ഷത്തിന്റെ തടിയാണെങ്കിലും അതുകൊണ്ട് കട്ടിൽ നിർമ്മാണം പാടില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്. തേനീച്ചകൾ, പക്ഷികൾ ഇവ കൂടുകൂട്ടി പാർക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളിൽ നിന്നുള്ള തടികൾ കൊണ്ട് കട്ടിൽ നിർമ്മാണം അശുഭമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉണങ്ങിയവയും വള്ളിപ്പടർപ്പുകളാൽ ചുറ്റപ്പെട്ടുമായിട്ട് കിടക്കുന്ന വൃക്ഷങ്ങൾ കട്ടിൽ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വാസ്തുശാസ്ത്രത്തിലും വൃക്ഷശാസ്ത്രത്തിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. കട്ടിൽ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും നാം താമസിക്കുന്ന ഗ്രഹം പോലെ തന്നെ വളരെ പ്രധാനമാണ്. നാം നിത്യം ശയിക്കുന്ന കട്ടിൽ നമുക്ക് വളരെയേറെ ശുഭഫലങ്ങളെ നൽകേണ്ടവയാണ്. അതുകൊണ്ട് തന്നെ കട്ടിൽ നിർമ്മാണത്തിന് മേൽപ്പറഞ്ഞ ശുഭമായിട്ടുള്ള തടികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് കട്ടിൽ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അത് ശുഭഫലത്തെ പ്രദാനം ചെയ്യും. അല്ലാതുള്ളവ നമ്മളുടെ ആരോഗ്യത്തിന് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൂർവികർ അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ വളരെയേറെ പഠനങ്ങൾ നടത്തി വളരെയേറെ കൃത്യതയോടുകൂടി ഗണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇനിയും ഏറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.